ഇരുളിൻ്റെ ശൂന്യതയിലേക്ക് ഒരു തരി വെട്ടം പോലെയാണ് ഒരുവൻ്റെ ഉള്ളിൽ യേശു പടരുന്നത്. ദിനംപ്രതി അതിൻ്റെ ജ്വലനത്തിന് ശക്തിയേറും. ഉള്ളിൽ നിറഞ്ഞ വെളിച്ചത്തിൻ്റെ ആത്മീയ വലയം പുറത്തേക്ക് വ്യാപിക്കുന്നതോടെ ചുറ്റുമുള്ളവരെല്ലാം കൂടെ കൂടും. സ്വാഭാവികമെന്നോണം അവർ കർത്താവിന് വേല ചെയ്യുന്നവരുടെ കൂട്ടായ്മയായി രൂപാന്തരപ്പെടും. അനിൽ കുമിളി എന്ന വ്യക്തിക്കും സമാനമായ അനുഭവമാണ് പങ്കുവെക്കാനുള്ളത്. ഒപ്പം അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്കും. യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമോ സന്തോഷമോ പ്രത്യാശയോ സ്നേഹമെന്തെന്നോ അറിഞ്ഞിട്ടില്ല. കുടുംബത്തിലെപ്പോഴും നിരാശകൾ മാത്രം. ഭാവി ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വലിയ ആകുലതകൾ മാത്രമായിരുന്നു. അങ്ങനെ വർഷങ്ങളോളം ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സഹോദരന് ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നിട്ട്, ആ സഹോദരൻ ഒത്തിരിയേറെ പ്രാർത്ഥനയിലുള്ള ഒരു സഹോദരനാണ്. ആ സഹോദരൻ പറഞ്ഞു, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങളും ഒത്തിരിയേറെ സമാധാനവും സന്തോഷവും പ്രത്യാശയെല്ലാം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഈ ജീവിതം തന്നെ മാറി നല്ലൊരു ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛന് പറഞ്ഞു, ഞങ്ങളുടേതായ വിശ്വാസമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു പുതിയ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവർ പോയിട്ട് ഏതാണ്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് അവർ ഞങ്ങളുടെ അടുക്കൽ ഇങ്ങനെയാണ് വന്ന് പറഞ്ഞത്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ ഒരു സന്ദേശം നൽകി. ഈ കുടുംബത്തെ തിരഞ്ഞെടുക്കുന്നതായിട്ട് അവർക്ക് ഈശോ ഒരു സന്ദേശം കൊടുത്തു. അങ്ങനെ വീണ്ടും അവർ കുടുംബത്തിലേക്ക് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. അപ്പം ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ അവർ വന്ന് ഒരു ജപമാല ചൊല്ലി അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. അത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ഒരു വിശുദ്ധ ഗ്രന്ഥം ബൈബിള് എൻ്റെ വല്യമ്മയുടെ കയ്യിൽ എടുത്തു കൊടുത്തു. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും യേശു അനുഭവത്തിലേക്ക് കടന്നു വരുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. ഇവരിറങ്ങിയ ഉടനെ തന്നെ എൻ്റെ കയ്യിലേക്ക് ആ ബൈബിൾ തന്നിട്ട്, ഞങ്ങളുടെ ഒരു ചെറിയ വീടായിരുന്നു, അന്ന് ഒരു തട്ടുംപുറത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങളുടെ ബുക്കുകളൊക്കെ പഠിക്കുന്നതൊക്കെ വെച്ചിരുന്നത്. അങ്ങോട്ട് എടുത്തിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ ഈ ബൈബിള് ആ സ്ഥലത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വല്യമ്മ എൻ്റെ അടുക്ക പറഞ്ഞു, അന്ന് തന്ന ആ ഒരു പുസ്തകം അത് നമുക്കൊന്നെടുത്ത് വായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒരു ജോലിയുമില്ലാതെ വെറുതെ ഇരുന്നപ്പോഴാണ് ഇത് പറഞ്ഞത്. അങ്ങനെ ആ ബൈബിൾ എടുത്തു. ആ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ വായിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഉൽപ്പത്തി മുതൽ വായിച്ച് പുതിയ നിയമത്തിലേക്ക് വന്നു. അങ്ങനെ വന്ന് എല്ലാ ദിവസവും ഈ ബൈബിൾ വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞങ്ങളുടേതായ വിശ്വാസത്തിലുള്ള പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ വല്യമ്മ എൻ്റെ അടുക്ക പറഞ്ഞു, ഇന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു മെഴുതിരി മേടിച്ച് അവിടെ കത്തിച്ചിട്ട് ഞങ്ങൾക്കൊരു കുരിശ് വരയ്ക്കുവാനായിട്ടോ ഒരു സ്വർഗസ്വനായ പിതാവ് ചൊല്ലുവാനായിട്ടോ ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുവാനായിട്ടോ ഒരു പ്രാർത്ഥനയും അറിയത്തില്ല. എൻ്റെ വല്യമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങയുടെ സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും പ്രത്യാശ കൊണ്ടും സന്തോഷം കൊണ്ടും നിറയ്ക്കണമേ. അങ്ങ് മാത്രമാണ് ഏക രക്ഷകനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏതാണ്ട് 30 സെക്കൻഡോളമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. ഇങ്ങനെ ഏതാണ്ട് 1-2 ആഴ്ച പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വലിയ അത്ഭുതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരും നിറയുവാനായിട്ട് തുടങ്ങി. കുടുംബത്തിൽ വലിയ സമാധാനം, വലിയ സന്തോഷം, കുടുംബത്തിലെ അന്തരീക്ഷം തന്നെ മാറി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈശോയോടൊക്കെ പ്രാർത്ഥിച്ചാൽ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടുമെന്ന്. അന്ന് മുതൽ ഞങ്ങൾ ചെറുതായിട്ട് ഈശോയോടൊക്കെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ വല്യമ്മയുടെ കൂട്ടത്തിലുള്ള ഒരു ചേടത്തി, ആ ചേടത്തി എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ജപമാല ചൊല്ലുകയും എല്ലാം ചെയ്യുന്ന നല്ല പ്രാർത്ഥനാനുഭവമുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി അറിഞ്ഞു ഞങ്ങളിങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കുരിശ് വരയ്ക്കാനും ജപമാല ചൊല്ലുവാനും മറ്റുള്ള പ്രാർത്ഥനകളെല്ലാം പഠിപ്പിച്ചു. അന്ന് മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വല്യമ്മയെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഈ ചേട്ടത്തി തന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ധ്യാനം കൂടി തിരികെ വന്നു കഴിഞ്ഞപ്പോൾ 2 കൊറിന്തോസ് 5:17 വചനം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അങ്ങനെ വല്യമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി. അതുവരെ പലപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു, എൻ്റെ അമ്മച്ചിയോട് വഴക്കുണ്ടാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറി. എപ്പോഴും പ്രാർത്ഥിക്കും, എപ്പോഴും യേശു യേശു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഈ വല്യമ്മയുടെ മാറ്റം ഞങ്ങളിൽ വലിയ വിശ്വാസമുളവാക്കി. അങ്ങനെ ഞങ്ങളും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുവാനായിട്ട് കടന്നു ചെന്നു. യേശുവിലേക്ക് വിശ്വസിക്കുവാനായിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടോ രോഗസൗഖ്യങ്ങളോ അല്ലെങ്കിൽ കടബാധിത മാർഗമോ ഒന്നുമല്ലായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒറ്റയൊരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ, അത് യേശുവിൻ്റെ നാമം മാത്രമാണ്. അപ്പം യേശുവിൻ്റെ വചനം കേട്ട് യേശുവാണ് സത്യദൈവം,
ഈ ലോകത്തിലെ സകല പാപികൾക്കും വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ വേണ്ടി ഓരോ മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നുള്ള വലിയൊരു ബോധ്യവും വലിയൊരു കാഴ്ചപ്പാടും ലഭിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഈ യേശുവിൽ വിശ്വസിക്കുവാനായിട്ട് തയ്യാറായത്. അങ്ങനെ ഞങ്ങൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് തിരികെ വന്നു. അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി, ജപമാലയൊക്കെ ചൊല്ലുവാൻ തുടങ്ങി. കുറഞ്ഞത് 1 മണിക്കൂർ. ഞങ്ങളുടെ വീട് ഒരു ജംഗ്ഷനിലാണ്. അപ്പോൾ ഒത്തിരിയേറെ വീടുകളുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. എങ്കിൽ പോലും ഞങ്ങളെല്ലാവരും നല്ല സൗണ്ട് എടുത്ത് ദൈവത്തെ സ്തുതിച്ച് പാട്ടൊക്കെ പാടി ദൈവത്തെ ആരാധിച്ച് 1 മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. കുടുംബ പ്രാർത്ഥനയാണ് എൻ്റെ വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ വളർത്തിയത് ആത്മീയ മേഖലയിൽ. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 3 വർഷക്കാലം കഴിഞ്ഞപ്പോൾ അന്നൊക്കെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് വെള്ളമില്ല. കുറേ നടന്നു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടന്നു വേണം വെള്ളം കോരിക്കൊണ്ട് വരേണ്ടത്. എൻ്റെ അമ്മച്ചിയുടെ തൊണ്ടയിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ നാളുകൾ കഴിയും തോറും വേദന കൂടും. ഓരോ വർഷം കഴിയും തോറും ഈ മുഴ വലുതായിക്കൊണ്ടേ വരും. അങ്ങനെ ഒരു ദിവസം വെള്ളം കോരിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഇതിന് ചെറിയൊരു വേദനയ്ക്കുള്ള ഒരു മരുന്ന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിന് വലിയ ചികിത്സയൊക്കെ നടത്തണമെങ്കിൽ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെല്ലുവാനായിട്ടോ അവിടുത്തെ ചികിത്സ നേടുവാനായിട്ടോ ഉള്ള സാഹചര്യമില്ലായിരുന്നു. അതുകൊണ്ട് അമ്മച്ചി എന്ത് ചെയ്യും, എല്ലാ ദിവസവും ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഞാൻ ഈ വേദനയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കന്നൊരു പോക്കറ്റ് ബൈബിൾ ഉണ്ടായിരുന്നു. ഈ പോക്കറ്റ് ബൈബിൾ തുറന്നു വയ്ക്കപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ വചനം കണ്ടു കഴിഞ്ഞപ്പോൾ വലിയൊരു സന്തോഷം തോന്നി. കാരണം ഈശോ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. കടലിന് മീതെ നടന്നിട്ടുണ്ട്, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചിട്ടുണ്ട്, അന്ധന് കാഴ്ച നൽകിയിട്ടുണ്ട്, രക്തസ്രാവക്കാരിക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ വചനം വായിച്ചു, വീട്ടുകാരെല്ലാം കാണിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുവാനോ അല്ലെങ്കിൽ അതിന് ഓപ്പറേഷൻ ചെയ്യുവാനോ അതിനുള്ള സാമ്പത്തിക മേഖലകളോ ഒന്നും ഞങ്ങളുടെ അടുക്കലില്ല. അതുകൊണ്ട് ഈശോയെ അങ്ങ് സൗഖ്യം നൽകണമെന്ന് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. അങ്ങനെ ഏതാണ്ട് ഒരു 2-3 മാസത്തോളം ഞങ്ങൾ പ്രാർത്ഥന നിർത്തിയില്ല. കാരണം ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരതയോടുകൂടി നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ സ്ഥിരതയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാണ്ട് ഒരു 2 മാസം പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടിയില്ല. എല്ലാ ദിവസവും അങ്ങനെ പ്രാർത്ഥിച്ചു. ഏതാണ്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ തൊണ്ടയിൽ ആ മുഴയില്ല. ഈശോ സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയ. മാതാവേ അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. അപ്പം ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി. ഏതാണ്ട് 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. വലിയ വിദ്യാഭ്യാസമില്ല, അറിവില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കി ഒന്ന് സംസാരിക്കുവാനായിട്ടോ യേശുവിനെക്കുറിച്ച് പറയുവാനോട്ടോ വചനം പറയുവാനോട്ടോ ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ആ നാളുകളിൽ എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് പോകും. എല്ലാ ദിവസവും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, അങ്ങയുടെ കയ്യിൽ ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ. ഞാനിന്ന് യേശുവിനെ ഏകരക്ഷകനായിട്ട് സ്വീകരിച്ചത് കൊണ്ടാണല്ലോ ഇത്രയധികം സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അനേകം മക്കൾക്ക് ഈ ഒരു ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ, ഈ ഒരു സമാധാനം അവർക്കും ലഭിക്കുവാൻ, ഈ ഒരു സന്തോഷം അവർക്കും ലഭിക്കുവാനായിട്ട് ഞാൻ മൂലം ഇടവരുത്തണമെന്ന് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു പുതിയ ചിന്ത പരിശുദ്ധാത്മാവ് തന്നു, ഇങ്ങനെ വചനോത്സവം കൊടുക്കുവാൻ, ആത്മീയ മാസികകൾ കൊടുക്കുവാനായിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ വചനോത്സവം കൊടുക്കുവാനായിട്ട് തുടങ്ങി. എനിക്കന്നൊരു ഹീറോ സൈക്കിൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പുറകിൽ വചനോത്സവം കെട്ടിവെച്ച് കുമളിയിൽ തന്നെ ബസ് സ്റ്റോപ്പുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, ഹോസ്പിറ്റലുകളിൽ ഞാൻ ഒറ്റയ്ക്ക് വചനോത്സവം കൊടുക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുമളിയിലുള്ള ബ്രദർ തോമസ് ചേട്ടന് എൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയും, അനിലെ, വചനോത്സവം മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അനിൽ ഒരു കൺവെർട്ടായിട്ട് വന്നതുകൊണ്ട് അനിലിന് കിട്ടിയ ദൈവാനുഭവങ്ങൾ അനേകം പേരുടെ മുമ്പിൽ പറയണം. അതുകൊണ്ട് ആ ബ്രദറാണ് എന്നെ ഓരോ ഇടവകയിൽ ഏകദിനത്തിന് പറഞ്ഞു വിടുകയും അങ്ങനെ ഞാൻ എൻ്റെ ദൈവാനുഭവം സാക്ഷ്യം പറയുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ്
കോട്ടയത്തുള്ള ബഹുമാനപ്പെട്ട തോമസ് കുര്യൻ ബ്രദറിൻ്റെ കൂടെ ഏതാണ്ട് ഒരു 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പാലായിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ധ്യാനം കഴിഞ്ഞിട്ട് ഒരു 9:30-10 മണിയാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിങ്ങനെ പ്രാർത്ഥിക്കും. ബഹുമാനപ്പെട്ട കുറുപ്പന്തറയിലുള്ള സണ്ണിച്ചേട്ടന് അതുപോലെ ഫെബിന് ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ദൈവം ഈ ഗാന ശുശ്രൂഷയിലേക്ക് എന്നെ വിളിച്ച ആരംഭ കാലഘട്ടം മുതലേ ഉള്ളിലുണ്ടായിരുന്ന മോഹമാണ് തെരുവിൽ തമ്പുരാൻ വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്ന്. അതിന് കാരണമുണ്ട്. ധ്യാനകേന്ദ്രങ്ങളിൽ അനേകം മക്കൾ ദൈവത്തെ തേടി വരുന്നവരാണ്. പക്ഷേ എന്നാൽ തെരുവിൽ ദൈവത്തെ അറിയാതെ നടക്കുന്ന അനേകം സഹോദരങ്ങൾ, തിന്മകളിലും മദ്യപാനത്തിലും മറ്റ് അശുദ്ധിയിലൊക്കെ ജീവിക്കുന്ന അനേകം മക്കൾ തെരുവുകളിലുണ്ടല്ലോ. അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്നുള്ളത് ഉള്ളിലൊരു മോഹമായിരുന്നു. അത് അന്ന് എനിക്കൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ രണ്ട് പ്രദേശത്തിനോട് സംസാരിക്കുകയും ഞങ്ങൾ അതിനുവേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും അതൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ എന്നാൽ ഏതാണ്ട് 10 വർഷം മുമ്പ് പാലായിലുള്ള ധ്യാനകേന്ദ്രത്തിൽ വെച്ച് അനിൽപ്രദമായിട്ട് പരിചയപ്പെടാൻ സാധിക്കുകയും അവിടെ വെച്ച് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടി ധ്യാനം കഴിയുമ്പോൾ ഞങ്ങൾ ധ്യാനത്തിന് വേണ്ടി പിറ്റേ ദിവസത്തെ ധ്യാനത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഞങ്ങൾ ഒരുമിച്ചെടുത്തിരുന്നു. രാത്രികളിൽ ധ്യാനം കഴിയുമ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഞങ്ങളിങ്ങനെ തെരുവിൽ ശുശ്രൂഷ ചെയ്യുന്നതിനെക്കുറിച്ച് പരസ്പരം പങ്കുവയ്ക്കുകയും അപ്പോൾ ബ്രദറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആശയങ്ങൾ ഞങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു അന്ന്. എന്നാൽ ബ്രദർ ഇങ്ങനെ ശരിക്കും ആത്മാവിൽ ശക്തിപ്പെടുത്തി, പ്രാർത്ഥന ശക്തിപ്പെടുത്തി. നമ്മൾ 2016 നമ്മൾ ശുശ്രൂഷ ആരംഭിക്കും എന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത് ഉള്ളിൽ ബ്രദറിൻ്റെ ഉള്ളിൽ തോന്നിച്ച ആ ഒരു ദൈവം തോന്നിച്ചതനുസരിച്ച് ശുശ്രൂഷയിലായിരിക്കുന്ന ശുശ്രൂഷയിലായിരിക്കുന്ന സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി വിഷമിക്കുന്ന ഒത്തിരി സഹോദരങ്ങൾ ശുശ്രൂഷകരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ ബ്രദർ സൂചിപ്പിച്ചു. അപ്പം ഞങ്ങളതിന് പ്രത്യേകിച്ച് അന്ന് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന മൂവാറ്റുപുഴയിലുള്ള ഫെവിൻ എന്ന സഹോദരനും ഞങ്ങളൊപ്പമുണ്ട്. അതിനുശേഷം ബീച്ചേട്ടൻ ഞങ്ങളോട് കടന്നു വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ശുശ്രൂഷയായിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ദശാംശം എടുത്ത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒരു ദിവസം തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നു. ബ്രദർ പറഞ്ഞു നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് വരുന്ന രാത്രി സമയങ്ങളിൽ 8 മണി കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു നമുക്ക് ഒന്നിച്ച് നമുക്കൊരു ശുശ്രൂഷ ചെയ്യാം. അതായത് നമുക്കൊരു പാവപ്പെട്ടവരെ സഹായിക്കുവാനായിട്ട്. ഇപ്പം ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇല്ലാത്തവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമുക്ക് അവരിൽ ഇറങ്ങി സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ, കോട്ടയം അങ്ങനെ സ്ഥലങ്ങളെല്ലാം പോയി ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അരി മേടിച്ചു കൊടുക്കാനൊക്കെ ഇരുന്നു. അപ്പം അങ്ങനെ പിന്നീട് മുന്നോട്ട് പോയി കിടന്ന സമയങ്ങളിലാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ബ്രദർ പറഞ്ഞിടാ നമുക്കിങ്ങനെ തെരുവിൽ വചനം പറയണം, അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്ന് പാവപ്പെട്ട ശുശ്രൂഷകരെ മാത്രം നമുക്ക് സഹായിക്കാം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങളുടെ ദശാംശമൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ പാവപ്പെട്ട ശുശ്രൂഷകരെ സഹായിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു നമുക്ക് എറണാകുളം ലക്ഷ്യമാക്കി വചനോത്സവം കൊടുക്കാം. ഞാൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ചാണ് ഈ ബ്രദർമാരെ പരിചയപ്പെടുന്നത്. അവർ വചനം പങ്കുവയ്ക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും എനിക്കും ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഇവരുടെ പ്രാർത്ഥനയ്ക്കും തെരുവ് ശുശ്രൂഷയ്ക്കും വചനോത്സവം കൊടുക്കുന്നതിന് വേണ്ടി ഞാനും ഇവരോടൊപ്പം ചേർന്നത്. അങ്ങനെ എറണാകുളം ലക്ഷ്യമാക്കി ഏതാണ്ട് ഒരു 2-3 കിലോമീറ്ററുകളോളം നടന്ന് ഞങ്ങളെല്ലാവർക്കും ഈ വചനോത്സവം കൊടുക്കുവാനായിട്ട് തുടങ്ങി. അവിടെ വെച്ചാണ് ഒരു മാസം അവിടെ കൊണ്ടുപോയി വചനോത്സവം കൊടുത്തിട്ട് അവിടെ നടക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത പറഞ്ഞത്. കാരണം അനേകം മക്കൾ, യുവതി-യുവാക്കൾ എറണാകുളം സിറ്റിയിൽ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ വേറെ ഒരു ജംഗ്ഷനിൽ അനേകം പേര് നിൽക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഒരു മൈക്കുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ യേശു ഏകരക്ഷകനാണെന്നും യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും യേശു നൽകുന്ന സമാധാനത്തെക്കുറിച്ചും യേശു നൽകുന്ന സൗഖ്യത്തെക്കുറിച്ചും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ ലഭിക്കുന്നതിനെക്കുറിച്ചും ഇവരോട് പ്രസംഗിക്കാമല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് ഞങ്ങൾ 4 പേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ പല ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നമ്മളെങ്ങനെയായാലും 2017 ജനുവരിയിൽ
കർത്താവ് അത് തരും, നമുക്കൊരു വാഹനം എല്ലാം തരും, നമ്മൾ തെരുവ് ശുശ്രൂഷ തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ 2015 പാലായിലുള്ള ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അരിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട ബിജുച്ചേറിൻ്റെ ഭവനത്തിലിരുന്ന് ഞങ്ങളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, എനിക്ക് തെരുവിൽ വചനം പറയണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്, കർത്താവ് അതിനുള്ള അവസരം തരുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഏതാണ്ട് ഒരു 2016 ഈ സഹോദരൻ ഏതാണ്ട് 1 വർഷത്തോളം ഞാൻ ഇതിനു വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങുകയും ചെയ്തു. 2016 ഒരു നവംബർ മാസമായി കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ ബിജുച്ചേരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് പറഞ്ഞില്ലേ അനിലെ തെരുവിലൊക്കെ വചനം പറയണമെന്ന്, അതിനുവേണ്ടി ഞാനൊരു വാഹനവും വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ആ വാഹനം ലഭിച്ചു. അപ്പോൾ അതിന് വേണ്ട മറ്റുള്ള മൈക്ക് സെറ്റ്, ജനറേറ്റർ, അത് മറ്റുള്ള സഹോദരനും കൂടെ അതെല്ലാം ക്രമീകരിച്ചു. അപ്പം ഇന്നും ആ സഹോദരൻ തന്നെയാണ് ഫുള്ളായിട്ട് പെട്രോൾ അടിക്കാനും അതിൻ്റെ കാര്യങ്ങളെല്ലാം, പൈസ എല്ലാം, സാമ്പത്തിക സഹായം എല്ലാം നൽകുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ വാഹനം കിട്ടി, മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുമളിയിലെ തോമസേരനെ വിളിച്ചു, ഞങ്ങൾ ഇന്നുപോലെ ശുശ്രൂഷ തുടങ്ങുന്നുണ്ട്, ഒരു ആത്മീയ പിതാവിനെ ഞങ്ങൾക്ക് വേണം. അപ്പോഴാണ് തോമസേരന് ബഹുമാനപ്പെട്ട കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ബഹുമാനപ്പെട്ട പ്രസാദ് കൊണ്ടുപറമ്പിൽ അച്ഛൻ്റെ നമ്പർ തരുന്നത്. ഞാൻ അന്ന് രാത്രി തന്നെ ഞാൻ ഈ പ്രസാദ് കൊണ്ടുപറമ്പിൽ അച്ഛനെ ഞാൻ വിളിച്ചു. അച്ഛൻ ഏറ്റവും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ, അച്ഛൻ ഇത് ഫോൺ എടുത്തിട്ട് ചോദിച്ചു ആരാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നുപോലെ ഞങ്ങൾക്ക് അച്ഛാ ഒരു തെരുവ് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അച്ഛന് ഉടനെ തന്നെ പറഞ്ഞു, ഇത് കർത്താവിൻ്റെ സന്ദേശമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യുന്നവർ തെരുവിലേക്ക് ഇറങ്ങി യേശു ഏകരക്ഷകനാണെന്ന് പ്രഘോഷിക്കുന്ന ഒരു സന്ദേശം അവർക്ക് ലഭിച്ചു. അപ്പം അച്ഛൻ ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ അച്ഛൻ അത് സ്വീകരിച്ചു. ഞങ്ങൾ അച്ഛനെ ചെന്ന് കണ്ടു. അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും. അപ്പം ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ തലേദിവസം അച്ഛനെ വിളിക്കും, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏത് പ്രദേശത്തേക്കാണോ ഞങ്ങൾ തെരുവ് ശുശ്രൂഷ ഇറങ്ങുന്നത് ആ ഭവനത്തിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടും. കാരണം ഇപ്പം മണിമലയിലാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ബിജുച്ചേൻ്റെ ഭവനത്തിൽ കൂടും, കോട്ടയത്താണെങ്കിൽ സണ്ണിച്ചേൻ്റെ ഭവനത്തിൽ കൂടും. അവിടെ എന്നിട്ട് രാത്രിയിൽ ഞങ്ങൾ 2-3 മണിക്കൂറുകളോളം ഇരുന്ന് ജപമാല ചൊല്ലുകയും ആത്മീയ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും നാളത്തെ ശുശ്രൂഷയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതെങ്കിൽ അവിടെ ഒരു ഇടവകയിൽ ചെന്ന് രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഏതാണ്ട് 1-2 മണിക്കൂർ ഇരുന്ന് ഞങ്ങൾ ഏത് സ്ഥലത്തേക്കാണോ പോകേണ്ടത് ആ സ്ഥലത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ആ സ്ഥലത്തെ കാവൽ ദൈവദൂതനെ വിളിച്ച് വിശുദ്ധരെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈശോ ഏത് വഴി കാണിച്ചു തരുന്നോ ആ വഴിയിലേക്കാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ എൻ്റെ ഇടവക വൈദികൻ്റെ അടുക്കൽ ഈ കാര്യങ്ങൾ പറയാറുണ്ട്. അച്ഛൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. മൃദന അനിൽ എൻ്റെ ഇടവക്കാരനാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് അനിലിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. അനിൽ മിക്കപ്പോഴും ഞാൻ അനിലിനെ കണ്ടേക്കുന്നത് നമ്മുടെ പള്ളിയിലാണ്. എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ ആ സമയത്തിലെല്ലാം 5-6 മണിക്കൂർ നമ്മുടെ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അനിൽ. വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന വ്യക്തിയാണ്. ഞാൻ എന്ത് ആവശ്യപ്പെട്ടാലും അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരികയും നമ്മുടെ ഇടവകയിൽ പ്രത്യേകിച്ച് ഈ പുതുവത്സരത്തിൻ്റെ സമയത്ത് രാത്രി ആരാധന ഞാൻ വന്ന് ഈ വർഷങ്ങളിലെല്ലാം അനിലാണ് നയിച്ചിരുന്നത്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ആരാധന നയിക്കാനായിട്ട് അനിലിന് സാധിക്കും. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനും മറ്റുള്ളവരെ പ്രാർത്ഥിപ്പിക്കാനും അനിലിന് സാധിക്കുന്നുണ്ട്. എവിടെ ഏത് ശുശ്രൂഷയ്ക്ക് പോയാലും അനിൽ എന്നോട് പറയാറുണ്ട് പ്രാർത്ഥിക്കണമെന്ന്. എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞ് ആ ശുശ്രൂഷയുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ച് പോയിട്ട് തിരികെ വന്ന് അനിൽ പറയും, ആ ശുശ്രൂഷ നന്നായിരുന്നു, നല്ല രീതിയിൽ പോകാനായിട്ട് സാധിച്ചു, അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് നന്ദി എന്ന് പറയാറുണ്ട്. അനിലിനും കുടുംബാംഗങ്ങളെ എപ്പോഴും എനിക്കറിയാം. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ വരാറുണ്ട്. അനിലും കുടുംബാംഗങ്ങളും മക്കളും എല്ലാം സഹിതമായിട്ടാണ്. 3 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. അവരെല്ലാവരും ഒന്നിച്ചാണ് വരുന്നത്, ദേവാലയത്തിലേക്ക് വരുന്നത്. അങ്ങനെ അനിലിനോടുള്ള ഒരു സ്നേഹം എനിക്കുണ്ട്. അതുപോലെ തന്നെ അനിലിന് എന്നോട് സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി നടക്കുന്ന അനിലിനെ, പ്രത്യേകിച്ച് തെരുവുകളിലൂടെ പോയി അവിടെയെല്ലാം വചനം പ്രഘോഷിക്കുന്ന അനിലിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഈ ശുശ്രൂഷ ചെയ്യുവാൻ, ഈ തെരുവിലേക്ക് വചന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രേരണ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 10-11 തിരുവചനം ഇതാണ് പറയുന്നത്: ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു.
ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശുക്രിസ്തു ജനിച്ചത്. ലോകത്തിലുള്ള സകല മനുഷ്യരെയും തൻ്റെ കുരിശുമരണത്തിലൂടെ ഈശോ രക്ഷിച്ചു, വീണ്ടെടുത്തു. അപ്പോൾ ഈ ഒരു സത്യം മറ്റുള്ളവരും അറിയണം. കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം, സന്തോഷം, ആനന്ദം, പ്രത്യാശ ഇത് മറ്റുള്ളവരും അറിയണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം കൊണ്ടാണ് ഈ തെരുവ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്. എല്ലാ മക്കളും മദ്യപാനത്തിനും മയക്കുമരുന്നിനും ചീട്ടുകളിക്കും വ്യാപാക്കിനും കഞ്ചാവിനും അടിമപ്പെട്ട് കിടക്കുന്ന ഈ ലോകത്തിൽ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ഈശോയെ അറിയുവാനും ഈശോയുടെ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാനും തെരുവിലൂടെ നടക്കുന്നതിന് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. എൻ്റെ ഈ കുഞ്ഞുമക്കളും അതോടൊപ്പം ഞങ്ങളെല്ലാവരും അതിൽ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഇത്രയേറെ ഈ തെരുവ് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി തെരുവ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാൻ ഞങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നും സന്ധ്യപ്രാർത്ഥനയിലും വെളുപ്പിനെ ഞാൻ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഈ മക്കളെ ഇനിയും വളരെയേറെ ഈ തെരുവ് ശുശ്രൂഷ ചെയ്ത് അനേകായിരം മക്കളിലേക്ക് ഈ ദൈവവചനം പങ്കുവെച്ച് കൊടുക്കുവാൻ ഞാൻ ഒത്തിരിയേറെ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പലപ്പോഴും വലിയ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസത്തെ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ കർത്താവ് ഇങ്ങനെ ഒരു സ്ഥലം കാണിച്ചു തന്നു. ഞങ്ങൾ അവിടെ ചെന്നു നോക്കിയപ്പോൾ ഒരു 5-6 വീടൊക്കെ ഉള്ളൂ. പക്ഷേ ഈ ഗാന ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറേ ജനങ്ങൾ അവിടെ വന്നിരിക്കാൻ തുടങ്ങി. അവിടെ വന്നിരുന്ന് ദൈവവചനം കേൾക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെ പാട്ട് പാടുന്ന സഹോദരൻ പറയുമായിരുന്നു, അതിലൊരു വ്യക്തി, ഒരമ്മച്ചി ഇരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർ കണ്ണുനീര് തുടയ്ക്കുകയാണെന്ന്. കാരണം ഞങ്ങൾ പറയുന്നത് പരിശുദ്ധ അമ്മയിലൂടെ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ യേശു ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും രക്ഷിച്ചു. നിങ്ങളുടെ വേദനയ്ക്കും നിങ്ങളുടെ ദുഃഖങ്ങളും ഭാരങ്ങളും നിരാശകളും കടബാധ്യതകളെല്ലാം യേശുവിനെടുത്ത് മാറ്റുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ വേദനയിലേക്ക് കടന്നു ചെന്ന്, അവരുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെന്ന് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാനായിട്ട് യേശുവിനെ മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ള ഒരു സത്യം വിളിച്ചു പറയുമ്പോൾ അവരതങ്ങ് സ്വീകരിച്ച് അപ്പോൾ തന്നെ അവർക്ക് വലിയൊരു അനുഭവം ഉണ്ടാവുകയാണ്. എൻ്റെ ചേട്ടായി തെരുവിലിറങ്ങി വചനം പറയുന്നതിനോട് എനിക്ക് നല്ല താല്പര്യമാണ്, വലിയ സന്തോഷം തോന്നുന്നു. കാരണം ചേട്ടായി ധ്യാന കേന്ദ്രങ്ങളാണ് വചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, ഇതുപോലെ തെരുവിലിറങ്ങി വചനം പറയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞങ്ങൾ അതിനുവേണ്ടി വലിയ പ്രാർത്ഥിച്ചു ഒരുങ്ങിയപ്പോൾ ദൈവം അതിനുവേണ്ട കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തു. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ തെരുവ് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു, നല്ല സന്തോഷം തോന്നി. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ അത് കരുതുന്നത്. എനിക്ക് യാതൊരു വിധത്തിൽ എതിർപ്പോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾ അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ പ്രാർത്ഥനയും സപ്പോർട്ട് എപ്പോഴും എൻ്റെ ജീവിത പങ്കാളിക്കുണ്ട്. ഇപ്പോൾ ചെയ്തതിനേക്കാളും നല്ല ശക്തമായിട്ട് തന്നെ തെരുവ് വചനം പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും സ്റ്റേജിൽ നിന്നാണ് ദൈവവചനം പറയുന്നത്. അവിടെ ഫാനുണ്ട്, ഒരുപക്ഷെ AC ഉണ്ടാകാം, കേൾക്കാനായിട്ട് ആളുണ്ടാകാം. പക്ഷേ ഈ ദൈവവചനം, തെരുവിലേക്ക് ദൈവവചനം പറയാൻ പോകുമ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലങ്ങൾ നിലനിൽക്കുന്നതിനും ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം തന്ന അഭിഷേകമില്ലാതെ ഈ തെരുവിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. പലപ്പോഴും ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, പല ധ്യാന കേന്ദ്രങ്ങളിലും ഞങ്ങൾക്ക് വലിയൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം അവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്, അവിടെ ആരും വരത്തൊന്നുമില്ല. പക്ഷേ തെരുവിലേക്ക് ചെന്നിറങ്ങുമ്പോൾ അവിടെ ദൈവം തരുന്നൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ മറ്റുള്ളവർ ഈ മൈക്ക് സെറ്റ് എടുത്ത് വയ്ക്കുമ്പോഴും ഇതെല്ലാം കൂടി സെറ്റ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് വരും. ആ സമയത്ത് മറ്റുള്ളവർ ഞങ്ങളെ കളിയാക്കുന്നതും പുച്ഛിക്കുന്നതും എല്ലാം കേൾക്കാം. പക്ഷെ അവിടെ നിന്ന് യേശുവാണ് ഏകരക്ഷകൻ എന്ന് വിളിച്ചു പറയാനുള്ള ദൈവത്തിൻ്റെ വലിയ കരുണ, ദൈവം നൽകുന്ന വലിയൊരു അഭിഷേകം, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കഴിവോ ഒന്നുമല്ലെന്ന് ഞങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ തെരുവിൽ നിന്ന് വചനം പറഞ്ഞിട്ട് തിരികെ വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു സന്തോഷമാണ്. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനുള്ള എനിക്കുണ്ടായ അനുഭവം, ചേട്ടായും ബ്രദേഴ്സും തെരുവിൽ വചനം പറയുന്ന കേട്ടപ്പോൾ എനിക്കതൊരു വലിയൊരു മനസ്സിലൊരു ആഗ്രഹമുണ്ടായി. എനിക്കും അതുപോലെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം, അനേക ആത്മാക്കളെ നേടണമെന്നുള്ള വലിയൊരു ദാഹം എൻ്റെ മനസ്സിലുണ്ടായി. ആദ്യമായി അവരിലൂടെ തെരുവ് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ശുശ്രൂഷ എങ്ങനെ ചെയ്യും, ഇല്ലെങ്കിൽ തെരുവിൽ നിന്ന് വചനം പറയുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും. ആ സമയം എനിക്ക് കല്യാണം നടന്നിട്ടില്ലായിരുന്നു. എങ്കിലും എനിക്കൊരു മനസ്സിലൊരു തീരുമാനമുണ്ടായിരുന്നു, കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം, അനേക ആത്മാക്കളെ നേടണമെന്നുള്ള വലിയൊരു ദാഹം ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുപോലെ ഓരോ സ്ഥലത്തും വചനം പറയുമ്പോൾ വലിയൊരു അഭിഷേകം, വലിയൊരു ശക്തിയുമാണ് ഉള്ളിലേക്ക് കടന്നു വരുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ പാലാ റൂട്ടിലൊരു സ്ഥലത്ത് നിന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 ചേട്ടന്മാർ
വചനം പറയുന്ന തടസ്സപ്പെടുത്താൻ വേണ്ടി വന്നു. എങ്കിലും അതൊന്നും വകവെക്കാതെ അവിടെ നിന്ന് കർത്താവിൻ്റെ വചനം പറയുവാനും പിന്നെ മുന്നോട്ട് വന്നവർ തിരിച്ചുപോയ ഒരു അനുഭവം ഉണ്ടായി. അതുപോലെ ജീവിതത്തിലാണെങ്കിലും അവിടെ തെരുവിൽ നിന്ന് വചനം പറയാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന ആ മടിയൊക്കെ മാറിക്കിട്ടിയത്. കർത്താവിന് വേണ്ടി ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഓരോ സമയവും ദൈവസ്നേഹം ഹൃദയത്തിൽ നിറയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചേട്ടായി ആണെങ്കിലും ആ തക്ക സമയം നമ്മൾ പറയേണ്ട വാക്കുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ തെരുവിൽ വചനം പറയുമ്പോൾ നമ്മൾ ഇന്നിന്ന കാര്യമേ പറയാവുള്ളൂ, അങ്ങനെ കൃത്യതയിൽ തന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു അനുഭവം. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു: കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. ഞങ്ങൾ ഈ തെരുവ് ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-9 തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. കത്തോലിക്ക സഭയിൽ മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കണം. അവരുടെ ജീവിത സാക്ഷ്യം കൊണ്ട് അനേകം ആത്മാക്കളെ നേടണമെന്നാണ് ഈ വചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തെരുവ് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും പ്രത്യാശയും ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ കുടുംബത്തിലാണെങ്കിലും എൻ്റെ അമ്മച്ചി ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ അച്ഛനാണെങ്കിലും ജീവിച്ചിരുന്നപ്പോൾ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്തിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയും ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ 5 ജോയേൽ ഇപ്പോൾ 7 വയസ്സുണ്ട്. ആ കുഞ്ഞിനെയും ഇടയ്ക്കൊക്കെ ഞാൻ തെരുവിൽ വചനോത്സവം കൊടുക്കുവാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവം വലിയൊരു ഉപകരണമാക്കിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളും ഇതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് കുടുംബത്തിൽ, ജീവിത പങ്കാളിയുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിലെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുത്ത് യേശുവാണ് ഏകരക്ഷകനെന്ന ജീവിതത്തിലൂടെയും സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാം കാണിച്ചു കൊടുത്ത അനേകം ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കാം. ആമേൻ. പിന്നീട് ഇരുന്നിറക്കുവാൻ മാത്രമേ എനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. ഞാൻ നടന്നു കിട്ടുവാനും വേണ്ടിയിട്ട് എൻ്റെ അച്ഛനമ്മമാർ പല വിധത്തിലുള്ള വഴിപാടുകളും ചികിത്സകളെല്ലാം ചെയ്തു കൂട്ടി. ഒരുവിധ മാറ്റവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. എനിക്ക് ആദ്യമായി വന്ന വിവാഹാലോചനയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കസിനാണ് കൊണ്ടുവന്നത്. അപ്പോൾ കസിൻ പറഞ്ഞു ഇങ്ങനെ ഒരു കുറവുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് കാണട്ടെ, എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് കണ്ടപ്പോൾ ബസ്സിലേറ്റ് പോകാൻ പറ്റിയിരുന്നില്ല അന്ന്. അവന് അപ്പം മാഷന്മാർ പറഞ്ഞു അതിനെപ്പറ്റി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് പിന്നെ കോഴിക്കോട് നിന്ന് 2 മാഷന്മാർ വന്ന് അവൻ പരീക്ഷ എടുത്തു. അതിലൊക്കെ അവൻ നന്നായി പാസ്സായി.